ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിനിടയിൽ ലോകത്തെ ശരിക്കും ഞെട്ടിച്ചൊരു സംഭവമുണ്ടായി. ഒരു സമാധാന ചർച്ചയെ ഹമാസ് എങ്ങനെയാണൊരു തകർപ്പൻ നയതന്ത്ര വിജയമാക്കി മാറ്റിയത്? നമുക്കതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കാം. ഈ വിശകലനത്തിന്റെ ആകത്തുക ഈയൊരു വാക്കിലൊതുക്കാം: ഹമാസ് ഗോൾ അടിച്ചു. ഇതൊരു സാധാരണ വിജയമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയപരമായും നയതന്ത്രപരമായും നേടിയ ഒരു വമ്പൻ മുന്നേറ്റമായിരുന്നു. ഈ ഒരൊറ്റ നീക്കത്തിലൂടെ കളിയുടെ ഗതി മുഴുവൻ ഹമാസ് തങ്ങൾക്ക് അനുകൂലമാക്കി. ഇനി എന്തു വേണമെന്ന് തീരുമാനിക്കേണ്ടത് നെതന്യാഹുവും അമേരിക്കയുമാണ് എന്നൊരവസ്ഥ വന്നു. അപ്പോ നമ്മുടെ എല്ലാം മനസ്സിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ലോകം മുഴുവൻ ഹമാസ് തള്ളിക്കളയും എന്ന് വിചാരിച്ചിരുന്ന ഒരു സമാധാന നിർദ്ദേശം എങ്ങനെയാണ് അവർക്ക് ഇത്രയും വലിയൊരു വിജയമായി മാറിയത്? ഈ അവിശ്വസനീയമായ നീക്കത്തിന് പിന്നിലെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കഥ തുടങ്ങുന്നത് തന്നെ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റോടുകൂടിയാണ്. ഹമാസ് കൊടുത്ത മറുപടിക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് കിട്ടിയത് അമ്പരപ്പിക്കുന്നൊരു പിന്തുണയായിരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, ഹമാസിന്റെ പ്രതികരണത്തെ തള്ളിക്കളയുന്നതിന് പകരം അമേരിക്കൻ വൈറ്റ് ഹൌസ് അത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. അതുമാത്രമല്ല, അന്നത്തെ പ്രസിഡന്റ് ട്രംപ് ഇതിനെ ഒരു വലിയ ദിവസമെന്ന് വിളിക്കുകയും ചെയ്തു. ഇത് ശരിക്കും ലോകത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ടു പോകണം. നെതന്യാഹുവിന്റെ യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നു എന്ന് നോക്കണം. ഈ വിശകലനം പറയുന്നത് ഇതെല്ലാം ഒരു വലിയ കളിയുടെ ഭാഗമായിരുന്നു എന്നാണ്. ഈ വിശകലനം അനുസരിച്ച് നെതന്യാഹുവിന്റെ തന്ത്രം വളരെ ലളിതമായിരുന്നു. ഹമാസിനെ ഒരു കെണിയിൽ വീഴ്ത്തുക, അവർ സമാധാനത്തിനെതിരാണെന്ന് ലോകത്തെക്കൊണ്ട് പറയിപ്പിക്കുക, എന്നിട്ട് സൈനിക നടപടി തുടരാൻ ഒരു കാരണം കണ്ടെത്തുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നെതന്യാഹുവിന്റെ പദ്ധതിക്ക് 3 സ്റ്റെപ്പുകളുണ്ടായിരുന്നു എന്നാണ് ഈ വിശകലനം പറയുന്നത്. ഒന്നാമതായി, ഹമാസിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കഠിനമായ വ്യവസ്ഥകളുള്ള ഒരു നിർദ്ദേശം മുന്നോട്ടുവച്ചു. രണ്ടാമതായി, ഹമാസ് അത് നിരസിക്കുന്നതും നോക്കിയിരുന്നു. അവസാനം ആ നിരാകരണത്തിന്റെ പേരും പറഞ്ഞ് യുദ്ധം തുടരാമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു കിടിലൻ ട്വിസ്റ്റ് വരുന്നത്. നെതന്യാഹുവിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഹമാസ് ഒരു നിർണായക നീക്കം നടത്തി. ആ കെണിയിൽ നിന്ന് അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഹമാസിന്റെ നീക്കം ശരിക്കും ബ്രില്യൻ്റായിരുന്നു. അവരാ സമാധാന നിർദ്ദേശം അപ്പാടെ തള്ളിക്കളഞ്ഞില്ല. പകരം വെടിനിർത്തൽ, ഉപരോധം പിൻവലിക്കൽ പോലുള്ള ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു. എന്നാൽ അവർക്ക് എതിർപ്പുള്ള കാര്യങ്ങളിൽ ഇത് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഇതിൽ ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, നമുക്കിതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്നൊരു നിലപാടെടുത്തു. അതോടെ ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നുകിടന്നു. ഗാസയുടെ ഭരണത്തെക്കുറിച്ചുള്ള ഹമാസിന്റെ മറുപടി അതിലും സ്മാർട്ടായിരുന്നു. ഗാസ ഭരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് പല മേഖലകളിലെയും വിദഗ്ധർ അടങ്ങുന്ന ഒരു ഭരണകൂടമാണെന്ന് അവർ പറഞ്ഞു. അതുപോലെ ആയുധങ്ങൾ ഭാവിയിൽ വരുന്ന ഒരു പുതിയ ഫലസ്തീൻ ഭരണകൂടത്തിന് കൈമാറാൻ തയ്യാറാണെന്നും അറിയിച്ചു. ഇതിലൂടെ തങ്ങളുടെ ലക്ഷ്യം അധികാരം പിടിച്ചെടുക്കലല്ല, ഫലസ്തീൻ ജനതയുടെ നല്ല ഭാവിയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. ഹമാസിന്റെ ഈയൊരു നീക്കം കളിയുടെ റൂൾസ് തന്നെ മാറ്റിമറിച്ചു. ഗാസിയയിലെ തെരുവുകൾ മുതൽ ലോക നേതാക്കളുടെ ചർച്ചാമുറികളിൽ വരെ ഇതിന്റെ അലയൊലികളെത്തി. ഹമാസിന്റെ പ്രതികരണം പുറത്തുവന്ന ആ നിമിഷം ഗാസയിലെ തെരുവുകൾ ആഘോഷം കൊണ്ട് നിറഞ്ഞു. അവിടുത്തെ ജനങ്ങൾ ഇതിനെ ഒരു വലിയ വിജയമായിട്ടാണ് കണ്ടത്. വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുമെന്നുള്ള പ്രതീക്ഷ അവരുടെ എല്ലാ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ ഇസ്രയേലിൽ സ്ഥിതി നേരെ തിരിച്ചായിരുന്നു. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ കൂട്ടരും കടുത്ത നിരാശയിലായി. അവർ വെച്ച കെണിയിൽ വീഴുന്നതിനു പകരം ഹമാസ് അതിനെ ഒരു വിജയമാക്കി മാറ്റിയത് അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ ലോകശക്തികളെല്ലാം ഹമാസിന്റെ പ്രതികരണത്തെ സ്വാഗതം ചെയ്തു. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആവശ്യപ്പെട്ടതോടെ നെതന്യാഹു അന്താരാഷ്ട്രതലത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടു. അപ്പോ ഈ നയതന്ത്ര വിജയത്തിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഈ വിശകലനം അനുസരിച്ച് ഇത് ഇസ്രയേലിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഈ വിശകലനം പറയുന്നത് ഇസ്രയേലിന് ഈ യുദ്ധം കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാനോ കഴിഞ്ഞില്ല. പോരാത്തതിന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു. നെതന്യാഹുവിന് സ്വന്തം രാജ്യത്തുപോലും പിന്തുണ കുറഞ്ഞു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്ന ആവശ്യം മുമ്പത്തെക്കാളും ശക്തമായി ഉയർന്നുവന്നു. ഈ വിശകലനം മുന്നോട്ടുവയ്ക്കുന്ന ഏറ്റവും ഞെട്ടിക്കുന്നൊരു വാദമുണ്ട്. ഈ സംഭവം ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണെന്ന്. ഇത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈയൊരു സാധ്യതയെക്കുറിച്ച് ലോകം ഗൗരവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടത് യുദ്ധക്കളത്തിൽ മാത്രമല്ല, ചർച്ചയുടെ മേശയിലും എങ്ങനെ വിജയിക്കാമെന്നതിന്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ ഈ വിജയം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്?
ഇത് ശരിക്കും ഒരു സമാധാനത്തിലേക്കുള്ള വഴിയാണോ, അതോ സംഘർഷങ്ങളുടെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കം മാത്രമാണോ? ഇതിനുള്ള ഉത്തരം കാലം തന്നെ നമുക്ക് കാട്ടിത്തരും.